ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂസീസ് ക്രിയേഷൻ. ഇന്നലാണ് വന്നിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഇൻഫിനിറ്റി ക്യൂബ് ആക്കുന്ന വീഡിയോ ആയിട്ടാണ്. ഇത് ഇങ്ങനെ തിരിച്ചടിക്കാൻ നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പക്ഷേങ്കിൽ ചില സമയത്ത് നിങ്ങൾ ഒരാൾക്ക് മാത്രം ഇതാക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒരു ഹെൽപ്പിന് ഒരാളും കൂടി വേണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ഒരു പേപ്പർ എടുക്കണം, ഒരു സ്ക്വയർ ഷേപ്പുള്ള ഒരു പേപ്പർ. അതിനുശേഷം അത് പകുതിയായി മടക്കുക. ഞാൻ മടക്കുന്നത് പോലെ ഇതുപോലെ നിങ്ങൾ മടക്കുക. അതിനുശേഷം ഇത് ഒന്നുകൂടി അത് പകുതിയായിട്ട് മടക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടാവും. ഇത് മടക്കിയതിന് ശേഷം നമുക്ക് അത് അവിടെ സ്ക്വയർ ഷേപ്പ് പോലെ കല വന്നിട്ടില്ല. നമുക്കത് മുറിച്ചെടുക്കാം. മുറിച്ച് നമുക്ക് കുറേ പീസ് കിട്ടും. ഞാനിപ്പോൾ കുറച്ച് ഒരു 6 പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 6 പീസ് ഞാനിത് ഇങ്ങനെ മടക്കുന്നത് പോലെ നമ്മൾ മടക്കിയെടുക്കുക. നമുക്കിത് അതിൻ്റെ സ്കെയിൽ വെച്ച് അതിൻ്റെ അളന്ന് നോക്കിയിട്ട് അതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു വരയിട്ടിട്ട് ഇതിങ്ങനെ മടക്കുക. ഇനി നമുക്കൊരു നമ്മൾ ക്യൂബ് ഉണ്ടാക്കിയെടുക്കണം. ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു അതേപോലത്തെ ഒരു സാധനം എടുത്തിട്ട് നമ്മൾ വെച്ച് അതിൻ്റെ സൈഡിൽ നമ്മളൊന്ന് വെച്ച് കൊടുക്കാം. ഉള്ളിക്കയറ്റി വെക്കണം. നിങ്ങളിത് സൂക്ഷിച്ചേണ്ട പോലെയാണ്. ക്യൂബാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ആദ്യം തന്നെ ആക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് പോലെ നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളാക്കുമ്പോൾ നിങ്ങളുടെ പേപ്പറുടെ അളവ് കൃത്യമായിരിക്കണം. എല്ലാത്തിൻ്റെയും അളവ് കൃത്യമായിരിക്കണം. അതിനെ മുകളിലും വെച്ചെടുക്കുക. അതിൻ്റെ അളവിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ട് മുകളിൽ വെക്കാൻ കുറച്ച് സമയം എടുത്തു. നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിതൊക്കെ വീഡിയോയിൽ കാണിച്ചത്. ഇത് കണ്ട് നിങ്ങൾ ഇത്രയ്ക്കും ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സിമ്പിളാണ്. ഗൈസ്, ഞാനത് എങ്ങനെയെങ്കിലും നല്ലോണം അളവൊക്കെ ശരിയാക്കി ഞാൻ ശരിക്കും ഇതാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളെ അളവ് ശരിയെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ആക്കിയെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതേപോലത്തെ റിട്ടേൺ ആക്കിയെടുക്കണം. ഞാനിത് വേറെ കളർ പേപ്പറിൽ കൊണ്ട് ഞാൻ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതാക്കാൻ വേണ്ടി 3 പേപ്പർ എങ്കിലും ആവശ്യം വരും. അപ്പോൾ ഞാൻ ശരിക്കും വെച്ചിട്ടുണ്ട്. ഞാനിത് ഓരോ സൈഡിലും ഓരോ കളർ വരുന്ന പോലെ ആക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ടാപ്പ് എടുക്കുക, സെലോ ടാപ്പ്. അതിനുശേഷം നമ്മളിതാ ഇവിടെ ശരിക്കും രണ്ടും ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരെ തിരിച്ചെടുത്തിട്ട് തൊട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു വരും.
ഇനി അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമുക്കങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നടുഭാഗത്തെ വേറൊരാവശ്യത്തിനുണ്ട്, അതുകൊണ്ടാണ് നടുഭാഗത്ത് ആക്കാതിരുന്നത്. നമുക്കതിൻ്റെ അപ്പുറത്തെ സൈഡ് ആക്കാം. ഇനി നമ്മൾ ആ നടുഭാഗത്തുള്ളത് കാണിച്ചു തരാം. ഇതുപോലെ ആ പച്ച കാണുന്ന രീതിയിൽ തിരിച്ചു വെക്കണം. അതിൻ്റെ സൈഡ് ഭാഗം കാണുന്ന രീതിയിൽ തിരിച്ചു വെക്കണം. എന്നിട്ട് നമ്മൾ ആടെ നിന്ന് ഒട്ടിക്കണം. നമുക്ക് ശരിക്കും കളർ കോമ്പിനേഷൻ കിട്ടും. എല്ലാം നമ്മുടെ എല്ലാം അങ്ങനെ ടാപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ വെള്ളക്കാട് നമ്മുടെ ആ കളർ ശരിക്കും കളർ കോമ്പിനേഷൻ കിട്ടുന്ന രീതിയിൽ നമ്മളത് വെക്കുക. നമ്മളത് മറിച്ച് വെക്കണം. ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ മറിച്ച് വെക്കുക. മറിച്ച് വെച്ചിട്ട് നമ്മുടെ ഇതുപോലെ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ആ ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് തിരിച്ചു കഴിഞ്ഞാലാണ് നമ്മളിത് ഇതുപോലെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടാവും. ഈ ഭാഗം തന്നെ അവിടെ നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ഇൻഫിനിറ്റി ക്യൂബ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ അങ്ങനെ ചെയ്തത്. നല്ലൊരു കളർ കോമ്പിനേഷൻ ഉണ്ട് ഇതിന്. കാണാനും നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചു കളിക്കാനും നല്ല രസമുണ്ടാകും.